വീണ്ടും വയനാട് പഞ്ചാരക്കൊല്ലിയിലേക്ക് പ്രിയദർശിനി എസ്റ്റേറ്റിന് മുന്നിൽ നാട്ടുകാർ തടിച്ചുകൂടുകയാണ്. നരഭോജി കടുവയെ ഉടൻ പിടികൂടണമെന്ന ആവശ്യമാണ് അവർ ഉയർത്തുന്നത്. അതേസമയം കൂട് സ്ഥാപിച്ച് കടുവയെ നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അവിടെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു അല്ലേ ദീപക് മോഹൻ? ഹലോ ദീപക് മോഹൻ, കടുവയെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് രാധേച്ചിക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാരുടെ സമരം ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിലാണ്. അതിപ്പോൾ ഒരു ക്യാമ്പ് ഓഫീസായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കടുവയെ പിടികൂടുന്നതിനായി രാധയെ കടുവ വലിച്ചിഴച്ചു കൊണ്ടുപോയ ഭാഗത്ത് ഇന്നലെ വൈകിട്ടോടെ കൂട് സ്ഥാപിച്ചു. എന്നാൽ ഇന്നലെ രാത്രി കടുവ കൂട്ടിൽ കുടുങ്ങിയിട്ടില്ല. അതേസമയം തന്നെ സരസ്വതി എന്ന അവിടെ നിന്ന് കുറച്ചകലെ താമസിക്കുന്ന സ്ത്രീയുടെ തൊട്ടടുത്ത വീട്ടിലെ നായയെ കടുവ കൊണ്ടുപോയി എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ തങ്ങൾക്ക് ഭീതി കൂടാതെ ഇറങ്ങി നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ആളുകളെയും നമുക്കവിടെ കാണാം. ദീപക് മോഹൻ കേൾക്കാമെന്ന് കരുതുന്നു. നാട്ടുകാർ പ്രതിഷേധം കടുപ്പിക്കുകയല്ലേ? കൂടുതൽ ആളുകൾ പ്രിയദർശിനി എസ്റ്റേറ്റിലേക്ക് എത്തുകയല്ലേ? സുജിയ, കൂടുതൽ ആളുകൾ ഈ പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ തികച്ചും ന്യായമായ ഒരു പ്രതിഷേധം തന്നെയാണ്. കാരണം ഇന്നലെ വനംവകുപ്പ് അധികൃതരുമായിട്ട് ഇവർ ആദ്യം സംസാരിച്ചു. പിന്നീട് മന്ത്രി എത്തി. മന്ത്രി ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നു, കടുവയെ വെടിവെച്ച് കൊല്ലുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷെ അതൊന്നും പാലിക്കപ്പെട്ടില്ല. കടുവയെ ഇന്ന് വനംവകുപ്പ് ജീവനക്കാർ അടക്കം അവരുടെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന കടുവയെ എങ്ങനെയെങ്കിലും കൂട്ടിൽ കയറ്റാനാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായ ഒരു കാര്യമാണ്, ഒപ്പം ആശങ്കാപരവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധം ഇവർ ഇവിടെ നടത്തുന്നത്. ഇവരുടെ കൂട്ടത്തിൽ ഒരാളായ ഒരു തൊഴിലാളിയായ ഒരു സ്ത്രീയെയാണ് ഇന്നലെ കടുവ ആക്രമിച്ചു കൊന്നത്. ആക്രമിച്ചു കൊന്നതിനെ തുടർന്നാണ് വലിയ പ്രതിഷേധം ഇന്നലെ ഉണ്ടായിരുന്നു. എന്നാൽ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം ഇന്നലെ കടുവയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറങ്ങി. ഒപ്പം കൂട് സ്ഥാപിക്കുമെന്ന് അറിയിച്ചു. ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അതോടൊപ്പം ഈ മേഖലയിൽ പട്രോളിംഗും ശക്തമാക്കുമെന്ന് അറിയിച്ചു. പക്ഷെ അതൊന്നുമില്ലാതെ ഇന്ന് വീണ്ടും ഈ കടുവയെ കൂട്ടിലേക്ക് കയറ്റാനുള്ള ദൗത്യമാണ് വനംവകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നറിഞ്ഞ് വലിയ പ്രതിഷേധവുമായി എത്തിയ ആളുകളാണ് ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ച് ഈ പ്രിയദർശിനി ഓഫീസിന് മുൻപിൽ പ്രതിഷേധിക്കുന്നത്. നമുക്ക് നേരത്തെ പല ആളുകളും പ്രതികരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അവർക്ക്, അതായത് വനംവകുപ്പിന് കഴിയില്ലെങ്കിൽ തങ്ങൾക്ക് വിട്ടുതരൂ, അവർ കടുവയെ പിടികൂടാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ വരെ ആളുകൾ പ്രതികരണം നടത്തുന്ന വൈകാരികമായ പല പ്രതികരണങ്ങളും കണ്ടു. ഇപ്പോൾ ഈ പ്രിയദർശിനി ഓഫീസിന് മുൻപിലേക്ക് കൂടുതൽ പോലീസ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൽപ്പറ്റ AR ക്യാമ്പിൽ അടക്കം പോലീസ് സംഘത്തെ വിന്യസിക്കാൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു അവർ. അതോടൊപ്പം പ്രതിഷേധക്കാരും നിരവധി ആളുകൾ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. നിലവിലെ ഇന്നത്തെ ഈ അവസ്ഥ വരെയായിട്ട് ഇതുവരെ ഒരു തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഈ കടുവയെ കൊല്ലണമെന്നാണ് ഇവിടെ കൂടിയ ജനങ്ങളെ മുഴുവൻ അഭിപ്രായം. ഈ ജനകീയ മുന്നണി അതിനുശേഷമേ ഇവിടുന്ന് എഴുന്നേൽക്കുകയുള്ളൂ. നിലവിൽ ഈ കടുവ ഈ പരിസര പ്രദേശത്ത് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് എല്ലാ ആളുകളിൽ നിന്നും ഡിപ്പാർട്ട്മെന്റിന്റെ നേരിൽ നിന്നും കൂടി അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തി ഈ കടുവയെ കൊല്ലാനുള്ള ശ്രമം എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് അതിനുള്ള ഉത്തരവ്. ഇനിയും എന്താണ് വൈകിക്കുന്നത് എന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകാത്തത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും. ഇവർ പറയുന്നത് കടുവയെ കൊല്ലാനുള്ള നടപടികൾ സ്വീകരിക്കണം, കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ പാടില്ല. അതോടൊപ്പം ഇന്നലെ നൽകിയ ഉറപ്പുകളൊക്കെ പാഴ്വാക്കുകളായി ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങുന്നത് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ ഇന്ന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതൊരു സൂചന സമരം മാത്രമാണ്. സമരം കൂടുതൽ ആളിക്കത്തും. പ്രദേശവാസികളുടെ വികാരം മനസ്സിലാക്കണം, ഒപ്പം ആശങ്ക ഒഴിഞ്ഞുകൊണ്ട് ഇവർക്കിവിടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കൂടുതൽ ആളുകൾ ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ആളുകൾ ഈ മണിക്കൂറിൽ നമ്മൾ കാണുന്നുണ്ട്. കടുവയെ ഉടൻ വെടിവെക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുമ്പോൾ അങ്ങനെയല്ല, കൂട് സ്ഥാപിച്ച് അതിന്റെ SOP അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് നോർത്ത് DFO മാർട്ടിൻ ലോവൽ വിശദീകരിച്ചെങ്കിലും നാട്ടുകാർ തങ്ങളുടെ ഭീതി അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.